കവിത ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് പ്ലൂട്ടോ. ഇപ്പോൾ കാണാം സൈനപ്ലേയിൽ. രാഘവൻ അങ്കിൾ പണിയെടുക്കുന്ന പോലെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കോ? ഈ പണിയെടുക്കാൻ വരുന്നതിന്റെ കോലമാണോ നടക്കുന്നത്? അല്ല അച്ഛാ, അത് അവന് ഭയങ്കര ചൂടായോണ്ടേ ഈ തണുപ്പ് വരാൻ വേണ്ടി. അതെ ബ്രോ, കഞ്ഞിവെള്ളം അമ്മ വിട്ടെ. ഷട്ടിൽ ചെളിയാക്കല്ലേ, മീറ്റിംഗ് ഉള്ളേ. കളഞ്ഞ് അതും ചാണാത്തി കളഞ്ഞു. അച്ഛൻ ഇറങ്ങുമോ, ലേറ്റായി, ഓഫീസിൽ പോണം. ഇയാൾക്ക് വീട്ടിലൊന്നും പോകണ്ടേ? കലക്കണ്ട, പോയി കിളക്ക്. അവനെ കൂടെ വിളിച്ചു. ഓടാ. ഓക്കേ അങ്കിൾ. ഗ്ലൗസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ ഗോൺലെറ്റ് അവിടെ. ഗോൺലെറ്റാ? ആ, എന്റെ സ്പേസ് ഷിപ്പിന്റെ റിമോട്ട്. അയ്യോ, ആ തമ്പിയുടെ അവിടെ പോയി. ഓഹോ, അപ്പൊ എന്നെ മൊത്തത്തിൽ തൂക്കി വെക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? അളിയാ, ഒരു വെള്ളപ്പുറത്ത് പറ്റിയ അബദ്ധമല്ലേ. നമുക്ക് റിമോട്ട് കണ്ടുപിടിക്കാം. തൽക്കാലം കള കള. വാച്ച് മീ. കഥ കഴിഞ്ഞുട്ടോ. കണ്ടില്ലേ ചവടപ്പിനോട് കുഴി കുത്തുന്നത്? ചുമ്മാ മണ്ടത്തരം പറയാതെ അവന്റെ ഓരോ നീക്കവും ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക. താണ്ടാക്ക്. വെച്ചിട്ട് പോയേ. ഈ മേലെന്നെ വിളിക്കരുത്. ഈ തമ്പിയെ കൊണ്ട് വലിയ ശല്യമാണല്ലോ. അളിനെ കൊണ്ടേ പോകുള്ളൂന്ന് തോന്നട്ടോ. 50 ലക്ഷം മാറി 1 കോടിയോ 2 കോടിയോ പറഞ്ഞാൽ പോലും എന്നെ കൊടുക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ ചെയ്യുവോ അളിയാ? അപ്പൊ തൽക്കാലം ചാക്കെടുക്ക്. ബാ, വെള്ള ചാക്ക്. അതെന്താ ഐറ്റം? വാഷ്, ഹാൻഡ് വാഷ്, മൗത്ത് വാഷ്. അളിയന് ലൈഫ് ലോങ് കുടിക്കാനുള്ള ആൽക്കഹോൾ ഇനി നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാം. റിയലി? ഇവിടെ ആരോ വാറ്റുന്നുണ്ട്. എടാ പ്രദീപേ, ഇത്രയും നാള് കള്ളവാറ്റായിരുന്നല്ലേ പരിപാടി. ശരിയാക്കി തരാം. ജീനിയസ്. മഴ പെയ്യൂ. മൂന്നടിയോളം ഉയരം, ഉരുണ്ട ശരീരപ്രകൃതി, കൂടാതെ സ്പേസിലേക്ക് നോക്കി എന്തൊക്കെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇവൻ തന്നെ ഏലിയൻ. ഉറപ്പല്ലേ? 100%. സി, ഐ ആം ആൻ ഇന്റലിജന്റ് ഗൈ. എന്റെ കൺവിക്ഷനെ താൻ ചോദ്യം ചെയ്യാറായിട്ടില്ല. ഓക്കെ, അത് ഏലിയൻ തന്നെയാന്ന് ഉറപ്പാണ്. ടൈഗർ, ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഏലിയൻസ് പൊതുവെ പൊക്കം കുറവായിരിക്കും. അല്ല അപ്പൊ ഈ കിളമീർഖാനോ? പറയൂ. അത് അമീർ ഖാനല്ലേ, അമിതാഭ് ബച്ചനൊന്നുമല്ലോ. താൻ കണ്ടോ അമീർ ഖാനെ? താൻ ഇതിനു മുന്നേ ഏലിയൻ കണ്ടിട്ടുണ്ടാ? ഞാനല്ലേ കണ്ടുപിടിച്ചപ്പോ. അപ്പൊ ഞാനുണ്ടായിരുന്നില്ലേ? തമ്മിലടിക്കാതെ അവനെ പൊക്കാനുള്ള പണി നോക്കും. അത് ഞാൻ ഏറ്റു സാർ. പഞ്ചസാരയും പഴമായിട്ട് ഫെർമെന്റ് ചെയ്തെടുത്ത സാധനമാണ് ഈ വാഷ് എന്ന് പറയുന്നത്. എന്തോ ഒരു ജീവിയുടെ സൗണ്ട് കേൾക്കുന്നില്ലേ? ഇത് കേക്ക്. അപ്പൊ ഈ വാഷ് നമ്മൾ കുക്കറിലിട്ട് ആവി പോയി കഴിയുമ്പോൾ നല്ല ഒന്നാന്തരം സ്വയംഭൻ ആൽക്കഹോൾ കിട്ടും. അതാണ് വാറ്റ്. അതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോണേ. എന്നാ നമുക്ക് ഒരുമിച്ചിരുന്ന് 2 അടിക്കാം. അയ്യോ, ഞാനടി നിർത്തി. ഞാൻ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ. ആണോ? അത് ശരിയാവൂല. എന്നാ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് അടിച്ചോളാം. ഞാൻ അമ്മക്ക് വാക്ക് കൊടുത്തിട്ടില്ലല്ലോ. അത് ശരിയാ. എന്റെ പ്ലാനറ്റിൽ ഞാനും അമ്മൂമ്മയോട് ഒരുമിച്ചിരുന്ന് അടിക്കണത്. പ്രദീപകത്തുണ്ടെന്ന് തോന്നുന്നു. ഗുമ്മാലെ തൂക്കി. നൈസ് കൈ നവീൻ, പയ്യൻ കൊള്ളാം. നല്ല സ്വയംഭ സാധനം ഇപ്പൊ ഉണ്ടാക്കിയതോ? സത്യം പറയടാ, ശരിക്കും നീ ആരാ? എന്നാ ഒരു സത്യം പറയാം.
ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ നല്ലവനായിട്ട് അഭിനയിക്കുമായിരുന്നു. ആക്ച്വലി ഞാൻ മൊത്തം ഫേക്കാണ്, എന്റെ സർട്ടിഫിക്കറ്റ് അടക്കം. ഞാൻ സപ്ലി അടിച്ച് വീട്ടിലിരിക്കുമ്പോ നീ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ജോലിക്ക് കയറി. എല്ലാവരുടെയും കൂട്ടത്തിൽ കൂടി എന്നെ കുടിയാന്ന് വിളിച്ച് അതിശയിച്ചിട്ട് നീ ഇവിടെ തോട്ടത്തിൽ പ്രദീപേട്ടൻ്റെ കൂടെ ഇരുന്ന് മാറ്റി കുടിച്ച്. ഈ നശിച്ച കുടുംബത്തിലേക്കാണല്ലോ ഞാൻ വന്ന് കയറിയത്. നാശം ഒരെണ്ണെടുക്കണ്ടാവോ? നീ ഞങ്ങളെയൊക്കെ ചതിക്കുമായിരുന്നല്ലടാ, ചതിയാ. അല്ല, 2 മക്കളും അലവലാദികളായി പോയെന്ന് പാവം നമ്മുടെ അച്ചറിഞ്ഞ വല്ല വെറൈറ്റി അസുഖം വന്നാലോ. അപ്പൊ ഞാൻ വിചാരിച്ച് ഒരു വീട്ടിൽ ഒരു അലവലാതി മതി. പാട്ടി. പക്ഷെ ഇപ്പൊ മാറ്റി കുടിച്ച അതിനൊന്നുമല്ല, വേറൊരു കാര്യത്തിനാ. അതെന്ത്? ഒരു ഫ്ലാഷ് ബാക്ക് പറയേണ്ടി വരും. നിന്റെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഞങ്ങക്ക് വേറെ പരിപാടിക്ക് പോകാനുള്ളതാ. ഒന്ന് മൊഴിയടാ. മൊഴി